എളുപ്പമല്ലേ? പാലടയുടെ കൂടെ കൂട്ടിപ്പിടിക്കാനായിട്ട് നമുക്കൊരു ബോളി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ വേവാൻ വെക്കുകയാണ്. ഒരു 3-4 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കടലപ്പരിപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കൊരു അരക്കപ്പ് മൈദ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ലൂസായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിലേക്കാണെങ്കിൽ ഞാനിവിടെ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു വെന്ത് വന്ന കടലപ്പരിപ്പ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ആ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ആ ഒരു കടലപ്പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. ആ ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നും കൂടി ലൂസാവും കേട്ടോ. വിഷമിക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ കട്ടിയായി വന്നോളും. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടീസ്പൂണോളം ജാതിക്ക പൊടിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജാതിക്കയും ഏലക്കയും നമ്മുടെ ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ദാണ്ടെ കണ്ടോ, ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ദാണ്ടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം അതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതുപോലെ കുഞ്ഞുരുളകളായിട്ട് ഒന്ന് പിടിച്ചെടുക്കാം. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ നേരത്തെ തയ്യാറാക്കിയെടുത്ത ആ മൈദയുടെ ആ കൂട്ടുണ്ടല്ലോ, അത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഓരോ ബൗളും ഇതുപോലെ ഒന്ന് മൈദയിലെ കോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ കുറച്ച് മൈദ തടവി ഒന്ന് നല്ല തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ ആ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുകയാണ്. ആ നെയ്യിലിട്ട് നമ്മുടെ ആ ഒരു ബോളി ഓരോന്നായിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമാണ് വരുന്നത്. ആ നെയ്യിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത്. അതെ, ജസ്റ്റ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ജസ്റ്റ് ഒന്ന് നെയ്യ് തൂവി എടുത്തിട്ട് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഓണത്തിന് നമുക്ക് ഇത്രയും സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് 2 ദിവസം മുമ്പേ ഇതൊന്ന് ആ ബോൾസൊക്കെ ഉണ്ടാക്കി ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതാണ്ട് നല്ല പപ്പടവും അതുപോലെ തന്നെ നല്ല പാലട പായസമൊക്കെ ചേർത്ത് ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.